അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഒരുപാട് വീഡിയോകളിലായിക്കൊണ്ട് നമ്മൾ പല വെർബുകളും നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ജലസ പഠിച്ചു, അതുപോലെ ദഹബ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ കതബ പഠിച്ചു, ദറസ പഠിച്ചു അല്ലേ. പഠിച്ചു എന്ന് പറയുന്നത് എന്താണ്? ദറസ, യദുറുസു, ഉദുറുസ്, ലാ തദുറുസ്. വെർബിന്റെ വ്യത്യസ്തങ്ങളായ ഫോമുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോസുകൾ കൃത്യമായിട്ട് കണ്ടാൽ കൃത്യമായിട്ട് അത് കൂടുതലായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് മനസ്സിലാകാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വെർബുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് വെർബുകൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് അടുത്ത വെർബ് ഒന്ന് നോക്കാം. ലഇബ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ലഇബ എന്ന് പറയുന്ന വെർബ് അല്ലേ. ലഇബ ലഇബ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലഇബ എന്ന് വെച്ചാൽ പ്ലേ, കളിക്കുക, ടു പ്ലേ എന്നാണ്, കളിക്കുക എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കൂലേ, നമ്മൾ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, അങ്ങനെ നമുക്ക് ഗെയിമിൽ നമ്മൾ ഏർപ്പെടുന്ന, നമ്മൾ ഒരു വിനോദത്തിൽ ഏർപ്പെടുന്നതിന്, ഒരു സ്പോർട്സിൽ ഏർപ്പെടുന്നതിനൊക്കെ ലഇബ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മാദി നമുക്ക് മനസ്സിലായി എന്താണ് ലഇബ എന്നാണ് മാദി ആയിട്ട് ഉപയോഗിക്കുക. ലഇബ ലഇബ എന്നതിൻ്റെ അർത്ഥം കളിച്ചു. ലഇബ എന്നതിൻ്റെ അർത്ഥം എന്താണ്? കളിച്ചു. മാദിയാണ് ലഇബ. അതിന്റെ മുളാരി ഫോം എന്തായിരിക്കും? നമ്മൾ കളിക്കുകയാണ്, മെസ്സി കളിക്കുന്നു അല്ലെ. മെസ്സി കളിക്കുന്നു നമ്മൾ എങ്ങനെ പറയും? ലഇബ യൽ അബു മെസ്സി എന്ന് പറയും അല്ലെ. യൽ അബു, യൽ അബു എന്നാണ് പറയുക. യൽ അബു കളിക്കുന്നു. യൽ അബു കളിക്കുന്നു. ഇനി നമ്മൾ ഒരാളോട് പറയാണ്, കുട്ടികളോട് പറയാണ്, ഇപ്പൊ നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ, കളിച്ചോളൂ നമ്മൾ പറയില്ലേ. അല്ലെങ്കിൽ കളിക്ക്, നന്നായി കളിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുട്ബോൾ മത്സരം കാണുമ്പോൾ നമ്മൾ ഉറക്കെ വിളിച്ച് പറയാം, നന്നായി കളിക്കുക, നന്നായി ഫുട്ബോൾ, നന്നായി പിന്നെ അടിക്കുക എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ പറയാ? നന്നായി കളിക്ക്, നീ നന്നായി കളിക്കുക എങ്ങനെയാ പറയാ? ഇൽഅബ് എന്നാണ് പറയാ. ഇൽഅബ്. സ്ക്രീനിൽ ശ്രദ്ധിക്കണേ. ഇൽഅബ് നീ കളിക്ക് എന്നാണ് പറയാം. നീ കളിക്ക്. ഇൽഅബ് നീ കളിക്ക്. ക്ലാസ്സിൽ കുട്ടികൾ ഭയങ്കര കളിയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ അധ്യാപകൻ വരും, ലീഡറായിട്ടുള്ള കുട്ടിക്ക് ആകെ അധ്യാപകൻ വന്നാൽ ചീത്ത കേൾക്കുന്നുള്ള പേടി കൊണ്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ പള്ളിയിൽ നമസ്കാരം നടക്കുന്ന സ്ഥലത്താണ് കുട്ടികൾ അവിടെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഇമാം പറയാണ് കളിക്കരുത്. അല്ലെങ്കിൽ ക്ലാസ്സിലെ കൂട്ടുകാരോട് പറയണം കളിക്കല്ലേ. എങ്ങനെ നമ്മൾ പറയാം? നീ കളിക്കല്ലേ. ലാ തൽഅബ്, ലാ തൽഅബ് നീ കളിക്കരുത്. നീ എന്താണ്? കളിക്കരുത്. ലാ തൽഅബ് നീ കളിക്കരുത്. ഇനി ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അദ്ദേഹത്തിന് ഇസ്മു ഫായിൽ എന്നാ പറയാ, കളിക്കുന്നവൻ. അങ്ങനെ നമ്മൾ പറയാ ലാഇബ്. ലഇബ ലാഇബുൻ. അർത്ഥം എന്താണ്? കളിക്കുന്നവൻ അല്ലെങ്കിൽ കളിക്കാരൻ എന്നൊക്കെ പറയാം. ഇനി ഇസ്മു മഫ്ഊൽ എന്താണ്? ഒരാളെ നിർബന്ധിച്ച് കളിപ്പിക്കുകയാണ്. അപ്പൊ കളി പഠിപ്പിക്കണം, കളിപ്പിക്കപ്പെടുകയാണ്, കളിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? മൽഊബ് അല്ലേ. മൽഊബ്. അപ്പൊ ഇതാണ് ലഇബ എന്ന വെർബിന്റെ വ്യത്യസ്തങ്ങളായ ഫോമുകൾ. നമുക്കൊന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ്? നിങ്ങൾ സ്ക്രീനിൽ നോക്കണേ. ലഇബ മാളി എന്താണ്? ലഇബ. മുളാരി എന്താണ്? യൽ അബു. അമ്ര എന്താണ്? ഇൽഅബ്. നഹി ലാ തൽഅബ്. ഇസ്മു ഫാഇൽ ലാഇബുൻ. ഇസ്മു മഫ്ഊൽ എങ്ങനെയാണ്? മൽഊബ്. ഇത് കൃത്യമായിട്ട് പഠിക്കുമല്ലോ. നന്നായിട്ട് എഴുതി വെക്കണം, നന്നായി പഠിക്കണം. അള്ളാഹു ഏതായാലും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.